ഖുർആൻ പാരായണം ചെയ്യുക. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധ ഖുർആൻ എടുത്ത് പള്ളിയിൽ നിന്ന് പാരായണം ചെയ്യുക, ഖുർആനുമായി ബന്ധപ്പെടുക, ഖുർആൻ ധാരാളമായി ഓതുക. അതിന് സമയം കണ്ടെത്തണം നാം പള്ളിയിൽ വന്നിട്ട്. അത് ഏത് സമയം കിട്ടുമോ കിട്ടുന്ന സമയമൊക്കെ ഖുർആൻ ഓത് തന്നെ. അത് ആദ്യം ഒരു 10 ദിവസം ഖുർആൻ ഓതി നിർത്തരുത്. റമദാൻ ഓരോ ദിവസവും കഴിയുന്നതിനനുസരിച്ച് റമദാനിന്റെ മഹത്വം വർദ്ധിക്കുകയാണ്. നമ്മൾ ലക്ഷണം കെട്ടവരാണെങ്കിൽ നമ്മൾ തീരെ മോശക്കാരായിപ്പോ. തീരെ മോശക്കാർ എന്ന് പറഞ്ഞാൽ നല്ല ലാഭം കിട്ടുന്ന സമയത്ത് പീടിക അടക്കുന്ന കക്ഷികൾ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, കുറ്റ്യാടി അങ്ങാടിയിൽ ഒരു പീടിയാണ്. ഒരു ചങ്ങാതി വന്ന് രാവിലെ 3:30 മണിക്ക് തുറക്കുക. 3:30 മണിക്ക് തുറന്നിട്ട് ഏകദേശം ഒരു 7:30 മണി അങ്ങനെയായി. ആളുകളൊക്കെ വരുന്ന സമയത്ത് മൂപ്പര അങ്ങ് പൂട്ടിക്കളിയും പീടിയ. എന്നിട്ട് മൂപ്പരെന്ത് ചെയ്യും? മൂപ്പർ ഏകദേശം ഒരു 12 മണി വരെ പൂട്ടിയിട്ട് പുറക്ക് പോയിരിക്കും. നല്ല നട്ടുച്ച വെയിലായി മനുഷ്യന്മാരൊക്കെ പുറേ പോയിരിക്കുന്നു. ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയം 12 മണിക്ക് മൂപ്പര് തുറക്കും. അങ്ങനെ തുറന്നിട്ട് ഒരു 2:30 മണിയാകുമ്പോൾ മൂപ്പര് പിന്നെയും പൂട്ടും. പിന്നെ മൂപ്പര് തുറക്കുന്നത് എപ്പോഴാണെന്നറിയോ? രാത്രി 10:30 മണിക്കാണ്. നിങ്ങൾ ആലോചിച്ചു, നല്ല ബുദ്ധിയുള്ള മനുഷ്യനല്ലേ ഇയാൾ? അയാൾ ബുദ്ധിയുള്ളവനാണോ? അയാളല്ലേ ഏറ്റവും പരാജയപ്പെട്ട കച്ചവടക്കാരൻ? ഇതുപോലെ നമ്മളെ കൂട്ടത്തിൽ ചിലരുണ്ട്. അവരെ പരിപാടി എന്താണ്? റമദാൻ ആദ്യത്തിൽ ഖുർആൻ ഒരുപാട് ഓതും, പള്ളി കുറെ വന്നിരിക്കും, ഉറുദിയക്കാനിരിക്കും, നല്ലയിലൊക്കെ ഇരിക്കും. റമദാനിലെ ഏറ്റവും മഹത്വമുള്ള അവസാനത്തെ 10 പിന്നെ തറാവീഹിന് ഉണ്ടാവില്ല, പിന്നെ തറാവീസ്കാരത്തിന് തന്നെ ഉണ്ടാവില്ല, സുന്നത്തുസ്കാരം പിന്നെ ഉണ്ടാവില്ല, ഖുർആനോത്ത് പിന്നെ നിർത്തിയിട്ടുണ്ടാവും, ദിക്ർ പിന്നെ ഉണ്ടാവില്ല, സദഖ നിർത്തിയിട്ടുണ്ടാവും. പിന്നെ ഒരു പള്ളിയിലിരിക്കാൻ നേരല്ല, അപ്പം പിന്നെ ദുനിയാവിന്റെ പാച്ചലാണ്. എന്നാ പിന്നെ ഉറുദി കേട്ട വകയിൽ നമുക്കൊരു പരിഷ്കാരം നടത്തിക്കളി. അങ്ങനെ റമദാൻ ഒന്നിനൊന്ന് എടുക്കണ്ട, നമുക്ക് അവസാനത്തെ 10-ലാക്കാം എന്ന് വിചാരിച്ച് നിങ്ങളൊക്കെ ഒരു വിഡിത്തം ചെയ്യരുതേ. എന്ത് വിഡിത്തം? എന്നാ പിന്നെ അവസാനത്തെ 10-ലാക്കാം. നമ്മൾ ആദ്യത്തെ മാസത്തിൽ 10-ലൊന്നും ചെയ്യണ്ടെന്ന് വിചാരിക്കല്ലേ. കാരണം മനുഷ്യ, റമദാൻ വരെ കാത്തിരിക്കല്ലേ, റമദാൻ വരെ കാത്തിരിക്കല്ലേ. കാരണം റമദാൻ വരെ എനിക്ക് ആയുസ്സുണ്ടെന്ന് എനിക്ക് ഗ്യാരണ്ടി ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ടോ റമദാൻ വരെ? നിങ്ങൾക്ക് റമദാൻ വരെ ഗ്യാരണ്ടി ഉണ്ടോ? റമദാൻ ആകാൻ തന്നെ കാത്തിരിക്കാൻ പറ്റുമോ? നമ്മൾ ഇപ്പൊ ചെയ്യണം അള്ളാഹുവിനോട് തൗബ, ഇപ്പൊ ചെയ്യണം അള്ളാഹുവിലേക്ക് മടക്കം, ഇപ്പൊ വേണം നമ്മൾ അള്ളാഹുവിന്റെ ഇബാദത്തിനുള്ള കയറ്റം, അല്ലേ? ആർക്കാണ് ഗ്യാരണ്ടി ഉള്ളത്? കഴിഞ്ഞ പരിശുദ്ധ റമദാനിൽ ഞാൻ എൻ്റെ അനുഭവം പറയുകയാണ്. സിറാജുൽ ഹുദയുടെ ഒരു ശാഖയാണല്ലോ തൂവക്കുന്ന് നമ്മുടെ സ്ഥാപനം. ആ സ്ഥാപനത്തിൽ ദിക്ർ ഹൽഖ നടക്കുന്നു. ഞാൻ ആ സദസ്സിൽ വെച്ച് പ്രസംഗിക്കുന്നു. ശഅബാൻ മാസമാണ്, റമദാനിന് വേണ്ടി ഒരുങ്ങണം. റമദാൻ മാസം വരെ നമ്മൾ ഉണ്ടാകുമെന്നതിന് ഗ്യാരണ്ടിയില്ല. ഈ സദസ്സിൽ പങ്കെടുത്ത ഞാനോ നിങ്ങളോ ആരെങ്കിലും റമദാനിന് മുമ്പ് മരിച്ചുകൂടുന്നുമില്ലല്ലോ എന്ന് ഞാനന്ന് പ്രസംഗത്തിൽ പറഞ്ഞു. സഹോദരന്മാരെ, പരിശുദ്ധ റമദാൻ പരക്കുന്നതിന് മുമ്പ് ഞാൻ കേൾക്കുന്നു, എന്റെ സദസ്സിലിരുന്ന് പ്രസംഗം കേൾക്കുകയും പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വേറെ തന്നെ പോയി ഇരുന്ന് ഒരുപാട് ചർച്ച ചെയ്യുകയും ചെയ്ത ഒരു നല്ല മനുഷ്യൻ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ഒരു ദിവസം ഞാൻ ഈ സിറാജുൽ ഹുദയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ പള്ളികളിലൊക്കെ ജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി അതാ കൊണ്ടുവന്നിട്ട് അദ്ദേഹം തരികയാണ്. ഫീസർ അദ്ദേഹം കൊണ്ടുവന്ന് തരികയാണ്. നമുക്ക് തണുത്ത വെള്ളം കുടിക്കാനുള്ള ഉപകരണം കൊണ്ടുവന്ന് ഇവിടെ ഫിറ്റ് ചെയ്യുകയാണ്, തരികയാണ്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ നല്ല കാര്യം പലതും ചെയ്യുകയും ആ സ്ഥാപനത്തിന് തന്നെ 1 ലക്ഷം രൂപ എന്നോട് വാഗ്ദത്തം ചെയ്യുകയും ചെയ്തിരുന്ന എൻ്റെ സ്നേഹിതൻ അബൂബക്കർ ഹാജി, അദ്ദേഹം അന്ന് സദസ്സിലുണ്ടായിരുന്നു. പക്ഷേ റമദാൻ തുടങ്ങുന്നതോടിന് മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെട്ടുപോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. അദ്ദേഹം മരിച്ചത് പറയാനല്ല ഞാനിത് പറഞ്ഞത്. അദ്ദേഹത്തിന് നമ്മുടെ സദസ്സിൽ വെച്ചൊരു ദുആ കിട്ടിയാൽ അൽഹംദുലില്ലാഹ് ഖൈറാണ്. പക്ഷേ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മരണം അബൂബക്കർ ഹാജിക്ക് മാത്രമുള്ളതല്ല, അത് ഈ പാവപ്പെട്ട എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. അതിന്റെ ഡേറ്റ് ഈ പാവപ്പെട്ട എനിക്കറിയില്ല, നിങ്ങൾക്കറിയില്ല. ചോദിക്കട്ടെ, പോകാനുള്ള ഡേറ്റ് അറിയാത്ത മനുഷ്യൻ ചെയ്യേണ്ടത് എന്താണ്? എപ്പോഴും പോകണമെന്ന് ചിന്തിക്കുന്നവൻ പോകാൻ ഒരുങ്ങി ജീവിക്കുകയല്ലേ സഹോദരന്മാരെ വേണ്ടത്? നമ്മുടെ പള്ളിയിലേക്ക് വരുന്ന വരവിൽ അതാ ആക്സിഡന്റായി മരിച്ച ചെറുപ്പക്കാരില്ലേ, അല്ലാഹു അവരെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. സുബ്ഹാനല്ലാഹ്, വീട്ടിൽ നിന്നിറങ്ങി കല്യാണത്തിന് പോകുമ്പോൾ വഴിക്ക് വെച്ച് മരണപ്പെട്ടു പോയവരില്ലേ, കല്യാണം നടക്കുന്ന വീട്ടിൽ വെച്ച് മരിച്ചവരില്ലേ, പുതിയ വീട് നിർമ്മിച്ചിട്ട് അതാ മറ്റന്നാളാണ് വീട്ടിൽ കൂടേണ്ടത്, ഇന്ന് മരിച്ചു പോയവരില്ലേ.
സുബ്ഹാനല്ലാഹ്, ഏത് സമയവും മരണം നമ്മെ പിടികൂടിക്കൂടെ? അതുകൊണ്ട് തന്നെ പിന്നൊരു സമയത്തേക്ക് നീട്ടിവെക്കുന്നവൻ വിഡ്ഢിയല്ലേ? പരിശുദ്ധ റമദാൻ വന്നിട്ട് അവസാനത്തെ 10 ഇബാദത്ത് വർദ്ധിപ്പിക്കാമെന്ന് മനസ്സിലാക്കി റമദാനിന്റെ ആദ്യത്തിൽ ഇബാദത്ത് കുറക്കുന്ന മനുഷ്യ, നിന്നെ പോലെ മറ്റൊരു വിഡ്ഢിയുണ്ടോ? അതുകൊണ്ട് ഒന്നാമത്തെ ദിവസം മുതൽ നമ്മൾ റമദാനിനെ ആദരിച്ചു തുടങ്ങുന്നതിന്റെ പുറമെ റമദാനിന്റെ മുമ്പുള്ള ശഅബാൻ മാസം മുതൽക്ക് തന്നെ റമദാനിനെ ആദരിച്ച് കാലെടുത്ത് വെക്കുക, മനസ്സ് റബ്ബിലേക്ക് തിരിക്കുക. എന്നിട്ട് ആ പരിശുദ്ധ റമദാനിനെ തൗബയോടുകൂടെ ഈമാനോടെ തഖ്വയോടെ സ്വീകരിക്കുക. സ്വീകരിച്ചുകൊണ്ട് ഒന്നാമത്തെ ദിവസം മുതൽക്ക് തന്നെ നമ്മൾ സൽക്കർമ്മം പതിവാക്കുക. ആ പതിവാക്കുന്ന സൽക്കർമ്മത്തിന്റെ ഒരു ചെറിയ രൂപമാ പറഞ്ഞത്. പള്ളിയിൽ വന്ന് ഇത്തികാഫിരിക്കുക, പള്ളിയിൽ വന്ന് ഖുർആൻ ഓതുക, ധാരാളം ദിക്റുകൾ ചൊല്ലുക, ധാരാളം സലാത്ത് ചൊല്ലുക. അതാ ഇൽമു പറയുന്ന സദസ്സ് കാണുമ്പോൾ ഇൽമു ധാരാളം കേൾക്കുക, ഇൽമു ധാരാളം പറയുക, പറയാൻ അറിയുന്നവർ ഇൽമു പറയുക, മറ്റുള്ളവർ ഇൽമു കേൾക്കുക. അത് വലിയ ഇബാദത്താണ്. അത് സ്വർഗത്തിലിരിക്കുന്ന സദസ്സാണ്, അത് സ്വർഗത്തിന്റെ തോട്ടമാണ്. അതുപോലെ സൽക്കർമ്മങ്ങളിൽ തന്നെ മുഴുകുക. ആരെങ്കിലും വല്ലതും വേണ്ടാത്തത് സംസാരിച്ചാലോ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട്, ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് നീ ഒഴിഞ്ഞു കളയുക. ചിലർക്ക് നോമ്പുകാരനായ ശുണ്ടി പിടിക്കണം എന്നൊരു ധാരണയാണ്. അയാൾക്ക് നോമ്പായ പിന്നെ അങ്ങോട്ട് അടുക്കാൻ കഴിയൂല എന്ന് ചിലർ പറയും. ലോക കിബ്രനല്ലേ അത്തരം ചിന്താഗതിക്കാരൻ. ഓ മനുഷ്യ, യജമാനനായ റബ്ബിന്റെ മുന്നിൽ റബ്ബിന് വേണ്ടി നീ ഒരൽപ്പം ഭക്ഷണവും വെള്ളവും കൈയൊഴിച്ച് നീ ഒരൽപ്പം ക്ഷമിക്കുമ്പോൾ നീ ശുണ്ടിക്കാരനാകാൻ പാടുണ്ടോ? നിന്റെ ആത്മാവിനെ, നിന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിനക്ക് കഴിയണ്ടേ? എന്തേ നിന്റെ ശരീരത്തിന്റെ മുമ്പിൽ നീ പരാജയപ്പെടാൻ പാടുണ്ടോ? നീ റബ്ബിന് വേണ്ടിയല്ലേ നോമ്പെടുത്തിട്ടുള്ളത്? റബ്ബിനെ സ്നേഹിച്ചിട്ടല്ലേ നോമ്പെടുത്തിട്ടുള്ളത്? മലക്കിന്റെ സ്ഥാനത്തേക്ക് കയറുന്ന പ്രവർത്തനമല്ലേ അത്? ആ പ്രവർത്തനമുള്ള സമയത്ത് ശുണ്ടി പിടിക്കലാണോ? ഒരിക്കലും തന്നെ വെറുക്കണ്ട കാലമല്ല റമദാൻ. സന്തോഷത്തോടെ എല്ലാവരോടും പുഞ്ചിരിക്കേണ്ട കാലമാണ് റമദാൻ. ഇരിക്കട്ടെ സഹോദരന്മാരെ, പരിശുദ്ധ റമദാനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ രാത്രിയുടെ ബഹുമാനമാണല്ലോ പറഞ്ഞത് ആദ്യം തന്നെ. അതേ സഹറുൻ ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ, ഒരു വല്ലാത്ത രാത്രിയുണ്ട്. ആ രാത്രി 1000 മാസത്തേക്കാൾ പുണ്യമുള്ളതാണ്. അതുകൊണ്ട് എല്ലാ രാത്രിയും വളരെ പരിഗണിക്കണം. രാത്രികളിൽ ഒരു രാത്രിയാണത്. ഇത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ജഅലല്ലാഹു സിയാമഹു ഫരീള, ആ പരിശുദ്ധ റമദാനിലെ നോമ്പ് അല്ലാഹു തആല നിങ്ങൾക്ക് ഫർളാക്കിയിരിക്കുന്നു. നിങ്ങൾ ആ നോമ്പെടുത്തേ പറ്റൂ. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നു, വഖിയാമ ലൈലിഹി തതവ്വുആ, ആ പരിശുദ്ധ റമദാനിന്റെ രാത്രിയിൽ സുന്നത്ത് നിസ്കരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സുന്നത്തായി